കർത്താവായ യേശു ക്രിസ്തുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന പുസ്തകം 41 അധ്യായം ഇങ്ങനെ വ്യക്തമാക്കുന്നു: ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും. കർത്താവ് അവനെ പരിപാലിക്കുകയും അവന്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും. അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും. അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഭാഗ്യവാൻ ധനവാന്മാരായിരിക്കും. എന്നാൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ രുചിയുള്ള ആഹാരം പോലും കഴിക്കുവാൻ പറ്റാത്ത രീതിയിൽ വീർപ്പുമുട്ടുന്ന അനേകം ധനവാന്മാർ ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ട്. എന്നാൽ തിരുവചനം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ്. മനോഹരമായി പുഞ്ചിരിക്കുന്ന പലരും അവരുടെ ജീവിതത്തിൽ നിശബ്ദമായി കരയുകയാണ്. ജീവിതത്തിന്റെ ക്രമവും താളവും തെറ്റി തകർച്ചയിലെത്തിയവരും അതുവഴി മരണപ്പെട്ടവരും അനേകരുണ്ട്. എന്നാൽ സ്വയം മരിക്കുവാൻ ദൈവം ആരോടും കൽപ്പിച്ചിട്ടില്ല, അനുവാദം നൽകിയിട്ടുമില്ല. പ്രതികൂലമായ ജീവിതത്തിൽ തോറ്റുപോകുന്നവർ എടുക്കേണ്ട തീരുമാനമല്ല മരണം. പിന്നെയോ ആ പ്രതികൂലമായ ജീവിതത്തിലും നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നതായിരിക്കണം നിങ്ങളുടെ തീരുമാനവും വിജയവും. ജീവിതത്തിൽ ഭാഗ്യവാന്മാരായി മാറുവാൻ നാം ശ്രമിക്കണം. ധാരാളം പുണ്യകർമ്മങ്ങൾ സമ്പാദിച്ചു വെക്കണം. സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. തിരുവചന പ്രകാരം ജീവിച്ചാൽ നമുക്ക് ഭാഗ്യവാന്മാരാകാം. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. അവന്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും. സ്നേഹമുള്ളവരെ, ഒരുവൻ സ്വർഗരാജ്യത്തിന് അവകാശിയാകുന്നത് അവന്റെ ഏതെങ്കിലും കഴിവോ യോഗ്യതയോ പരിഗണിച്ചിട്ടല്ല, മറിച്ച് അവൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ കൊണ്ടാണ്. അതുകൊണ്ടാണ് തിരുവചനം ഓർമ്മിപ്പിക്കുന്നത്: കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. അർഹതയില്ലാതിരുന്നിട്ടും ദൈവം മനുഷ്യനോട് കരുണ കാണിക്കുന്നു. ദൈവത്തിന്റെ കരുണ ലോകത്തിലെ സകല മനുഷ്യർക്കും ലഭിക്കും. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനും അല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് സ്വർഗരാജ്യത്തിന് അവകാശി. സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാന്മാർ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ എന്ന സങ്കീർത്തകൻ പറയുന്നു. നമുക്ക് ആ കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ഭാഗ്യവാന്മാരായി ജീവിക്കുകയും ചെയ്യാം.
ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത. ദൈവത്തിൻ്റെ സ്വഭാവം കരുണയും സ്നേഹവുമാണ്. അതുകൊണ്ടാണ് അവിടുന്ന് ദുഷ്ടർക്കും ശിഷ്ടർക്കും ഒരുപോലെ സൂര്യനെ പുതുപ്പിക്കുന്നത്. നമുക്കും മറ്റുള്ളവരോട് കാണിക്കേണ്ട ഒരു നന്മ എന്ന് പറയുന്നത് കരുണയാണ്, ദയയാണ്. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഇന്നേ ദിവസം കർത്താവേ, അങ്ങേക്ക് ഞങ്ങളോടാകോടി കർത്താവേ നന്ദി. ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. അങ്ങ് തരുന്ന എല്ലാ നന്മകളെയും ഓർത്ത് കർത്താവേ നന്ദി. ഇന്നേ ദിവസം നഷ്ടപ്പെട്ടു പോയ വിശുദ്ധിയും വിശ്വാസവും നൽകി ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.